പ്രൈസ് ലോർഡ്. ബിസിനസ്സുപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും വിധത്തിൽ കഷ്ടപ്പെടുന്ന വ്യക്തിയാണോ? താങ്കളെ ഇനി ഒരാൾ ചതിച്ചതാണോ? അതോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ താങ്കൾ ചതിച്ച് വ്യക്തിയാണോ താങ്കൾ കേൾക്കുന്നത്? എന്നാൽ ആ വലയിൽ നിന്ന് ദൈവം അത് വിടുവിക്കും. ദുഷ്ടനുണ്ടാക്കുന്ന വലയിൽ നിന്ന് താങ്കളെ ദൈവം വിടുവിക്കുന്നതായിട്ട് ദൈവാത്മാവ് ഉപദേശിക്കുന്നുണ്ട്. മനകടകലാദി ജാതികൾ ഉണ്ടാക്കിയ വലയിൽ നിന്ന് താങ്കളെ ദൈവം വിടുവിക്കുന്നു. ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. സങ്കീർത്തനം 9:16 ദുഷ്ടൻ്റെ വല. സങ്കീർത്തനം 10:9 നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ജാതികൾ ഉണ്ടാക്കുന്ന വലയുമുണ്ട്, ദുഷ്ടനുണ്ടാക്കുന്ന വലയുമുണ്ട്. അതിനകത്തങ്ങാനും കെണിയിലോ കുടുക്കിലോ എന്തെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ, പാർട്ണർഷിപ്പിലോ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഏർപ്പെട്ടിട്ട് അതിൽ നിന്നകത്തൊരു വിടുതൽ ഇല്ലാതെ ഭാരപ്പെടുന്ന വ്യക്തിയാണ് എന്നെ കേൾക്കുന്നതെങ്കിൽ, ശത്രു ഒലിച്ചു വെക്കുന്ന വലയിൽ നിന്ന് തൻ്റെ ജനത്തെ ഇന്ന് പകൽക്കാലം വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവം താങ്കളുടെ ഭവനത്തിൽ, ഓഫീസിൽ കടന്നു പോകുന്നത്, നിങ്ങൾ ഓഫീസിലിരുന്നാണ് കേൾക്കുന്നെങ്കിൽ, കടന്നു പോകുമ്പോൾ ബസ്സിലിരുന്ന അല്ലെങ്കിൽ കാറിലിരുന്നാണ് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നതെങ്കിൽ താങ്കൾക്ക് ദൈവം ഒരു വിടുതൽ അയച്ചിരിക്കുകയാണ്. ശന്തൽ പ്രബലലാതി മനകടകലാതി കക്ഷക്കടകലാതി. താങ്കൾ മുഖസ്തുതി എന്ന വലയിലെങ്ങാനും വീണിട്ടുണ്ടോ എങ്കിൽ അവിടെ നോക്കിയും ദൈവം താങ്കളെ വിട്ടുവീഴുവാൻ ശക്തനാണ്. ദൈവത്തിൻ്റെ വചനമാണ് പറയുന്നത്. ദൈവത്തിൻ്റെ വചനത്തിലാണ് ഇപ്രകാരം കാണുന്നത്. സദൃശ്യവാക്യം 29:5 കാണുന്നു. മുഖസ്തുതി എന്ന വലയിൽ താങ്കൾ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ സ്ഥൽക്കടകല റീമനകടകലാതെ അതിൽ നിന്ന് വിടുവിപ്പാൻ ശക്തനായ ഒരു ദൈവം താങ്കളെ ഇന്ന് പകൽക്കാലം ആടി വിളിക്കുവാണ്. ശന്തൽ പ്രബലലാതി റീമനകടകലാതി. മറ്റുള്ളവർ ഉപേക്ഷിക്കട്ടെ, നിന്ദിക്കട്ടെ, അകറ്റി നിർത്തിക്കോട്ടെ, മാറ്റി നിർത്തിക്കോട്ടെ. മറ്റുള്ള വിരൽ ചൂണ്ടി താങ്കളെ നിന്ദിക്കുകയും ദുഷിക്കുകയും ചെയ്യുന്ന ശത്രുവിൻ്റെ ജാതികളുണ്ടാക്കിയ വല, ദുഷ്ടനുണ്ടാക്കുന്ന വല, ശത്രു ഒളിച്ചു വെക്കുന്ന വല, കാലടികൾ വെക്കുന്ന വല, ഇതൊക്കെയും വലകളാണല്ലോ പിശാചിൻ്റെ. ആ വലയിൽ നിന്ന് താങ്കളെ വിടുവിപ്പാൻ ശക്തനായൊരു ദൈവത്തിൻ്റെ സന്നിധിയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിശ്ചയമായിട്ടും താങ്കളെ ദൈവം വിടുവിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ബുദ്ധി ഉപദേശിക്കാൻ ആലോചന പറയുകയാണ്. ഇടമനകടകലാതി കക്ഷക്കടകല അന്തലകടകല. നീതിമാൻ്റെ സന്തതി അപ്പം ഇരക്കുന്നു, അവൻ്റെ സന്തതി തുണയില്ലാതിരിക്കാൻ കണ്ടിട്ടില്ല. വിവാഹപ്രായമായിട്ടും താങ്കളുടെ മക്കളെ വിവാഹം കഴിക്കാൻ നിവർത്തിയില്ലയോ? വർഷമായിട്ടും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, പണം ഉണ്ടായിട്ടും കുഞ്ഞുങ്ങളെ കല്യാണം കഴിച്ചു വിടാൻ പറ്റുന്നില്ല. നിങ്ങളുടെ മകനൊരു മകളെ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എന്നാൽ ദൈവം വഴി തുറന്നിരിക്കുകയാണ്. താങ്കൾക്ക് വേണ്ടി ദൈവം വഴി തുറന്നിരിക്കുന്ന കാര്യം താങ്കൾ ഇന്ന് പകൽക്കാലം മറന്നു പോകരുത്. ദൈവസ്ഥനിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ ശക്തനായ ദൈവത്തിൻ്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു.